ഹലോ. നമ്മൾ എയർപോർട്ടിലിറങ്ങി ഫസ്റ്റ് ഡേ ഇൻ തായ്ലാൻഡ് ആട്ടോ. എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 2-3 ഫ്ലൈറ്റ് ഒരുമിച്ച് ലാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സിം അവിടെ നിന്ന് എടുക്കാം. മോസ്റ്റ്ലി ഇവിടെ കുറച്ച് പ്രൈസ് കൂടുതലാണെന്നാണ് പറയാറ്. ഞങ്ങൾ എന്തായാലും സിം എടുത്തിട്ടില്ല. പുറത്തുനിന്ന് എടുക്കുമായിരിക്കും നല്ലത്. ലോക്കൽ സ്ഥലത്ത് നിന്ന് സിം എടുക്കുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ നമ്മൾ എയർപോർട്ടിൽ തന്നെ 7-Eleven ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ മാത്രം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നോർമലി ഒരു കുറച്ച് അടുത്തടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു സ്റ്റോപ്പ് അടുത്തടുത്ത് 7-Eleven ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. എയർപോർട്ടിൽ കുറച്ച് കത്തിയാണ്. ഇതിപ്പം നമ്മളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടാണ് പോയേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി തനിയെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ രീതിയിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ മെയിനായിട്ടും ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് ഇത് ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഫുൾ ഷൂട്ട് ചെയ്തേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യും, എഡിറ്റൊന്നും ചെയ്യില്ല. അങ്ങനെ തന്നെ വീഡിയോ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ തനിയെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏജൻസി വഴി പോകുന്നുണ്ടെങ്കിലൊക്കെ തന്നെയും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് പോയത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ജസ്റ്റ് ഒരു നമ്മൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയത് 4:30-ക്കാണ്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളിവിടെ ചെക്ക് ഇൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടൽ അടിപൊളി ഹോട്ടലായിരുന്നു. എന്നിട്ട് ഇവിടെ നമ്മളൊരു 9:30 വരെ 7 to ഒരു 2 to 3 hours റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് പോവും. എന്നുവെച്ചാൽ നമ്മൾ ബാങ്കോക്കിലാണ് ഇറങ്ങിയത്. നമ്മൾക്ക് ഫസ്റ്റ് 3 days നമ്മൾ പട്ടായയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ടൈഗർ ടോപ്പിയോയിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും ഒരു 9 o'clock ഒക്കെ ആകുമ്പോഴേക്കും റെഡിയായി ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിരുന്നു കേട്ടോ. അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്. ഭയങ്കര നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡായിരുന്നു. 2 ഉണ്ടാവും. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ഇവിടെ ടൈഗർ ടോപ്പിയോയിലെത്തി. ഇവിടെ മെയിനായിട്ടും നമ്മുടെ ടൈഗേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക, പിന്നെ ക്രൊക്കഡൈൽ ഉണ്ടാവും. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ സ്പേസ് ഉണ്ട്. എവിടെ തിരിഞ്ഞാലും നല്ല ബ്യൂട്ടിയാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതിന് വേറെ എക്സ്ട്രാ പൈസയും കിട്ടും. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഞങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ സ്നേക്സിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാം. ബേബി ടൈഗേഴ്സ് ഉണ്ട്. ബേബി ടൈഗേഴ്സിന് പാല് കൊടുക്കണ രീതിയിലെടുക്കാം. അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ ഓരോന്നിനും എക്സ്ട്രാ പൈസയാണ്. അപ്പോൾ ഞങ്ങളുടെ പാക്കേജിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ടൈഗറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനുണ്ടാവും. പിന്നെ നിങ്ങൾ എപ്പോഴും എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കറായിരിക്കും തരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സ്റ്റിക്കർ നമ്മൾ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ എൻട്രി പാസ് പോലെയാണ് എല്ലാവരുടെയും ഇതിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കയറേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ കയറുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു വണ്ടിയിൽ കുറച്ചുള്ളിലോട്ട് അധികം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇവിടെ നോർമലി വണ്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5 minutes കൂടുമ്പോൾ വണ്ടിയിലുണ്ടാകും. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നന്നായിട്ട് ഉള്ളിലോട്ട് പോവാം. ഇതാണ് കുഞ്ഞേ ടൈഗർ കേട്ടോ. കുഞ്ഞേ ടൈഗറിന് പാല് കൊടുക്കുക. അത് എക്സ്ട്രാ വേറെ ഉണ്ട്. കുറച്ചുകൂടി പൈസ കൂടുതലാണ് ഈ ഒരു ടൈഗറിന് പാല് കൊടുക്കാൻ രീതിയിൽ. ഇതൊരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു കൂടും ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പാല് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ക്രൊക്കഡൈലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക. അതൊന്നും നമ്മൾ ചെയ്തില്ല കേട്ടോ. ക്രൊക്കഡൈൽ ഉണ്ടാവും. അതിന് പിന്നെ കുറേ ടൈഗേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല കുറേ അതിൻ്റെ ഉള്ളിൽ കുറേ ടൈഗേഴ്സ് ഉണ്ട്. നമുക്ക് ടൈഗേഴ്സിനെയൊക്കെ കാണാം. പിന്നെ ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, ആനിമൽസൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ഒരു ആനിമലുണ്ട്. ഇതാണ് അത്, ആ ഒരു ആനിമൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. പിന്നെ മെയിനായിട്ട് ടൈഗേഴ്സും ക്രൊക്കഡൈൽസാണ്. പിന്നെ പാമ്പുകളാണ് കേട്ടോ. പാമ്പുകളുടെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആ വശത്തേക്ക് പോയില്ല. അതിൻ്റെ കൂടെ തന്നെ ആ പാമ്പിൻ്റെയൊക്കെ മേലെയും കഴുത്തിലും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം. ഇതാണ് ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇവിടെ തന്നെ വളർന്നുകൊണ്ടാന്ന് തോന്നുന്നു. അതിന് ഒരു പേടിയുമില്ല. അതിങ്ങനെ അതിൻ്റെ കൂടെ കളിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിനെ പോലെയാണ് കണ്ടോ. തിരിച്ച് മറച്ചിട്ട് അതിനിങ്ങനെ കുത്തി മറച്ചെടുക്കണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, അതിനെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ്. ഓരോന്നിനും ഇവിടെ എക്സ്ട്രാ പൈസ ഉണ്ട്. പിന്നെ ടൈഗറിൻ്റെ കൂടെ ഞങ്ങൾ
എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ലാസ്റ്റ് ടൈഗറിനെയൊക്കെ തൊട്ടൊന്ന് തലോടി വന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു ഉച്ചയോട് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫുഡും കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇത് വന്നിട്ട് ഹോട്ടൽ വന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ കുറേ ടൈഗേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കണ്ടോ കുളിക്കണതും അവർക്ക് ഇങ്ങനെ സ്പേസ്. അപ്പോൾ അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടോ കുട്ടികളൊക്കെ ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ടേബിൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ടൈഗേഴ്സൊക്കെ നടന്ന് കുളിക്കണതൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ റിസോർട്ട് വന്നിട്ട് ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ 3 days സ്റ്റേ ചെയ്തത് കേട്ടോ. അപ്പോൾ ഹോട്ടലിലോട്ട് പോയി ഇത് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലോട്ട് പോയിട്ട് ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് 2 o'clock ചെക്ക് ഇൻ. അപ്പോൾ നമ്മളൊരു 3 o'clock ഒക്കെ ആയപ്പോൾ അവിടെ എത്തിയെന്ന് തോന്നുന്നു. അവിടെ എത്തി ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ നമ്മൾ രാത്രിയിൽ പോയത് അൽക്കസാർ ഷോ ആണ്. അതാണ് മെയിനായിട്ട് ഇവിടുത്തെ, അതൊരു കാണേണ്ട ഒരു ഷോ തന്നെയാണ്. ഞങ്ങളുടെ റൂം വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. റൂം ഇതായിരുന്നു. നമുക്ക് 8th floor അങ്ങോട്ടായിരുന്നു റൂം വന്നിട്ട്. അപ്പോൾ ഇതായിരുന്നു റൂമൊക്കെ അത്യാവശ്യം കൊള്ളാം. പക്ഷെ എനിക്ക് ആദ്യത്തെ ഫ്രഷനപ്പ് ആയില്ലേ ആ ഒരു ഹോട്ടലായിരുന്നു കുറച്ചും കൂടി ഇഷ്ടമായി കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു റൂമാണ്. ഞങ്ങൾ എക്സ്ട്രാ ഒരു ബെഡ് പറഞ്ഞിട്ടായിരുന്നു. മോള് കുറച്ചും കൂടി 10 years കഴിഞ്ഞുകൊണ്ട് മോൾക്ക് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ അൽക്കസാർ ഷോന് പോയി. ഇതാണ് അൽക്കസാർ ഷോ എന്ന് പറഞ്ഞു കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളാണ്, പക്ഷേ അത് പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ്. അത് ലാസ്റ്റ് ആരും പറയുന്നില്ല കേട്ടോ, പക്ഷേ നമുക്കത് അറിയാം. ഞാനും കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മുന്നേ തന്നെ. അപ്പോൾ കാണുമ്പോൾ നോക്കി എന്ത് ഭംഗിയുള്ള പെണ്ണുങ്ങളാണ്, പക്ഷേ ആണുങ്ങളാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ ഇവരുടെ കൂടെ ഇത് അൽക്കസാർ ഷോ കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എക്സ്ട്രാ കൊടുക്കണം. ഇതൊക്കെ ആണുങ്ങളാണ് കേട്ടോ, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആണുങ്ങളാണെന്ന് പറയേയില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെണ്ണുങ്ങളാണെന്നേ പറയുള്ളൂ. നല്ല രസമായിരുന്നു. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് എന്ത് ഭംഗിയല്ലേ ഇവരെ കാണാൻ. ഇവരുടെ ആ ഷേപ്പും കാര്യങ്ങളും നമുക്കിങ്ങനെ അതിശയാവും. ഇവരെങ്ങനെയാണ്, ആണുങ്ങളാണോ, അതെങ്ങനെയാണ് പറ്റുന്നത്? എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ ചോദിക്കും ഇതെങ്ങനെയാണ് ആണുങ്ങളാവണ്. അപ്പം ഞാനിപ്പോൾ എന്ത് പറയാനാ.